നമസ്കാരം, എല്ലാവർക്കും പ്രദക്ഷിണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ പതിവ് ഗെയിം ഷോകൾക്കും ഭാഗ്യ മത്സരങ്ങൾക്കും ഒപ്പം തന്നെ നിരത്തുകളിലെ ജാഥകളും ഘോഷയാത്രകളും ജനങ്ങൾക്ക് ദോഷകരമാവുമോ എന്ന് നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിക്കാം. ആ ഉപദ്രവം തന്നെയാണ്. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോൾ പെട്ട് കിടക്കുമല്ലോ നമ്മൾ റോഡിൽ. പിന്നെ ബൈക്കിനൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് ഇടയ്ക്ക് വടകര കയറിയൊക്കെ പോകാൻ പറ്റുള്ളൂ. വലിയ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഒന്നും പോയിട്ടില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ധർണയൊക്കെ ഉപദ്രവമാണ് ജനങ്ങൾക്ക്. പക്ഷെ ജനം നന്മയ്ക്കാണെന്നും പറഞ്ഞായിരിക്കുമല്ലോ ഇതെല്ലാം തുടങ്ങുന്നത്. അതൊക്കെ അങ്ങനെയല്ലോ ചെയ്യുള്ളവര്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാ? നമുക്ക് നല്ലതുണ്ട് ചീത്തയുണ്ട്. ഇതിൽ ചിലത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ധാരണ വയ്ക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം ആശുപത്രി പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പെട്ടുപോവുകയല്ലേ ഇതിൽ? അതിൽ പെട്ടുപോകുന്നുണ്ട്. ചിലത് അവർ കടത്തിവിടും, ചിലവരെ അതിനെ തടഞ്ഞു നിർത്തി വേണ്ടാന്നുള്ള രീതിയിൽ. ഇപ്പം ഇന്നാളെ പെട്രോളിന് വില വർദ്ധനവിനെതിരെ നമ്മൾ പോയിട്ട് നമ്മൾ തടഞ്ഞു നിർത്തിയവർ ആശുപത്രി കേസാന്ന് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല. അപ്പോൾ അത് ചിലവർക്ക് ചിലത് ഉപകാരമായിട്ട് വരും, ചിലവ് ഉപദ്രവമായിട്ട് വരും. മൊത്തത്തിൽ പറഞ്ഞാൽ ഉപദ്രവം തന്നെയാണ് മൊത്തത്തിൽ. ചേട്ടൻ ധർണയൊക്കെ പോകാറുണ്ടോ? ഇല്ല, നമ്മൾ പോകാറില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ആശുപത്രി കേസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ പക്ഷേ ഈ സമയത്ത് മന്ത്രിമാരുടെ വണ്ടി വന്നാൽ കടത്തി വിടുവരെ, പാവപ്പെട്ടവരുടെ വണ്ടിക്ക് പ്രശ്നമുള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ? ഞാൻ വിട്ടുകൊണ്ട് ആശുപത്രി കേസായിട്ട് വിട്ടു. അപ്പോൾ എങ്ങനെയാണ് ഇതിനോടുള്ള കാഴ്ചപ്പാട്? വേണ്ടെന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഇവരെല്ലാവരും ഓട്ടോ ഡ്രൈവർമാരാണ്. ഇവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇനി ഇവരിൽ ഒരാൾ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടും. ആരാ പാട്ട് പാടാൻ പോകുന്നത്? ഇവനാ നല്ല പാട്ട് ഇവൻ പാടും. നമുക്ക് അതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി. അത് മതിയോ? അപ്പോൾ അവർ നമുക്ക് വേണ്ടി അനുരാഗ വിലോചനം പാടി തന്നു. ഇവിടെ സമകാലിക സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ട് രണ്ട് സീനിയർ സിറ്റിസൺസ് ഇരിപ്പുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാ? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, എന്ത് ചെയ്യുന്നു ചേട്ടൻ? ബിസിനസ്സാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഞാൻ, എൻ്റെ ഭാര്യ, പയ്യൻ, പിന്നെ പയ്യൻ്റെ 2 പിള്ളേര്, പയ്യൻ്റെ വൈഫ്. അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസ്. എൻ്റെ വീട്ടിൽ ഭാര്യയും ഒരു കൊച്ചു, ആങ്കൊച്ചു, അതിൽ പെങ്കൊച്ചു. എന്ത് ചെയ്യുന്നു? കൊച്ചിനെ കല്യാണം കഴിച്ചാൽ. അപ്പോൾ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള, ഇപ്പം നമ്മളിവിടെ എപ്പോഴും രാഷ്ട്രീയ കക്ഷികളും അതുപോലെ ഉത്സവങ്ങൾ പെരുന്നാളൊക്കെ വരുമ്പോൾ കൂട്ടം കൂടി റോഡിലിറങ്ങി ഒരു ജാഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുകൊണ്ട് ജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുകയാണോ? പിന്നെ ബുദ്ധിമുട്ടല്ലേ, വഴി ബ്ലോക്കാവും. ജാഥയൊക്കെ നടത്തുമ്പോൾ വഴി ബ്ലോക്കാവും, വാഹനങ്ങൾ ബ്ലോക്കാവും. ഇപ്പോൾ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നൊക്കെ ഇതുപോലെ ജാഥയൊക്കെ പോകാറുണ്ട്. അത് പിന്നെ ചെറിയ കൂടുതൽ ഏരിയ ഇല്ലല്ലോ പള്ളിയിൽ നിന്നൊക്കെ. അല്ല, റോഡിൽ കൂടെ പോകാറുണ്ട്. റോഡിൽ കൂടെ പോകാറുണ്ട്, നിശ്ചിത അകലയിലുള്ളൂ. ചേട്ടൻ പോയിട്ടില്ലേ പിന്നെ ജാഥകൾക്ക്? പോയിട്ടൊക്കെ. അപ്പോൾ വാഹനങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണമായിട്ട് തോന്നിയിട്ടില്ല? യാത്രക്കാരൊക്കെ ധൃതി പിടിച്ച് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അഭിപ്രായം നോക്കാം. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ റോഡിൽ എന്ത് പരിപാടി വന്നാലും ബ്ലോക്കാണല്ലോ. അപ്പോൾ ജനങ്ങൾക്കത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത്തരത്തിൽ റോഡുകളിലുള്ള പരിപാടി വേണമെന്നാണോ അതോ വേണ്ടെന്നുള്ളതാണ് അഭിപ്രായം. ഇതിന് വേണ്ടി ഒരു പരിഹാരം ചേട്ടൻ നിർദ്ദേശിക്കാൻ പറ്റുമോ? പരിഹാരം നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത് നടത്തുക എന്നുള്ളതാണ് അഭിപ്രായം. മെയിൻ റോഡുകളിൽ ഒഴിവാക്കുക. ചേട്ടൻ്റെ അഭിപ്രായം അത് തന്നെയാണോ? തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കി ചെറിയ റോഡുകളിലേക്ക് ഇത്തരം പരിപാടികളെ വാഹന തടസ്സം ഉണ്ടാവാനുള്ള പ്രകടനങ്ങളൊക്കെയാണ് അത്യാവശ്യം. അപ്പോൾ ചേട്ടനൊക്കെ ഇനി ഇതുപോലെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരോട് പറയൂ, തിരക്കില്ലാത്ത റോഡുകളിലൂടെ മതി എന്ന് നമുക്ക് ഇത്തരം യാത്രകളെന്ന് പറഞ്ഞാലും അവർ അത് അംഗീകരിക്കില്ലല്ലോ. നമ്മൾ ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ഇത്തരം ജാഥകളൊക്കെ ഒതുങ്ങിയ റോഡുകളിലേക്ക് നടത്തണമെന്ന കാര്യം ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി മുതൽ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം യാത്രകൾ തിരക്കില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റാനൊക്കെ. ചേട്ടാ, പേരെങ്ങനെയാ? സുബേർ. എന്ത് ചെയ്യുന്നു? വണ്ടി ഓടിക്കുക. എന്ത് വണ്ടി? ഒരു പിക്കപ്പ്. എവിടെ? വീട് എവിടെയാണ്? ഇവിടെ അടുത്താ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ അലി. എന്ത് ചെയ്തു? ഇവിടെ ബേക്കറി. നല്ല കച്ചവടം ഉണ്ടോ? ചെറുതായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ചേട്ടാ, നമ്മൾ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജാഥകള് ഘോഷയാത്രകളൊക്കെ കാണാറില്ലേ? ഇത് ശരിക്കും ജനങ്ങളെ ഉപദ്രവിക്കുമല്ലേ? പിന്നെ ഉപദ്രവിക്കുക. അപ്പൊ ഇത്
തുടരണം എന്നാണോ അതോ മാറ്റണം എന്നാണോ? അത് മാറ്റണം. റോഡ് ബ്ലോക്ക് ആവുക, മൊത്തം റോഡ് ബ്ലോക്ക് ആവുക. റോഡ് ബ്ലോക്ക് ആണ് ഒരു പരിപാടി നമുക്ക് വേണ്ട. ചേട്ടന്റെ അഭിപ്രായത്തിലോ? അത് മാറ്റണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇതുപോലെ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ റോഡിലൊക്കെ? ഒരുപാട് തവണ ബ്ലോക്കിൽ ഒരുപാട് നമ്മൾ പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഘോഷയാത്രകളിൽ പങ്കെടുക്കൽ കുറവാണ്. എന്നാലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇതാണ് കൂടുതലും കണ്ടുവരുന്നത്. അതെ. അപ്പൊ ചേട്ടാ, ഇതിന് പരിഹാരം എന്താണ് ചേട്ടൻ നിർദ്ദേശിക്കാനുള്ളത്? പരിഹാരത്തിന്റെ കാര്യമല്ലോ തോറ്റുപോകണം. അതാണ് നമ്മള് പരിഹാരം റോഡ് ബ്ലോക്ക് കുറയ്ക്കുക. അതൊരു തോൽവി കേസാലോ പരിപാടികൾ ഒരു സ്കൂൾ ഗ്രൗണ്ടുകളോ അങ്ങനെ ഓഡിറ്റോറിയങ്ങളിലോ അങ്ങനെ തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ട്രാഫിക് ബ്ലോക്ക് വരാതെ മറ്റ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അങ്ങനെയുള്ള ആൾത്തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത്. ജാഥകളും ഘോഷയാത്രകളല്ല, ഈ ഇങ്ങനെയുള്ള പൊതു വേദികളിലുള്ള പരിപാടികൾ. ഘോഷയാത്രകൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു പരിധിവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ഇതാണ്, ഒരു പരിധിവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ട്രാഫിക് ഇല്ലാത്ത കൂടുതൽ സൗകര്യം എല്ലാവർക്കും, ഇപ്പോൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അത് ഒരു പരിധിവരെ പ്രയോജനം ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, പേരെങ്ങനെയാ? ബിനോജ്. ചേട്ടന്റെ ജോലി എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കണ്ടത് നമുക്കറിയാം. അറിയാലോ. ജോലി ചെയ്ത് ക്ഷീണിച്ചു തന്നെ വരവാണ്. അതെ, ചായ കുടിക്കാൻ വന്നതാണ്. ചേട്ടാ, എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇക്കാടെ പേര് ബഷീർ. എൻ്റെ പേര് രവി. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ബിനു. ചേട്ടന്റെ ആണ് ഈ കട. എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല, അത്യാവശ്യം വർക്കുണ്ട്. ഇവരുടെയൊക്കെ തലയിൽ മുടിയുള്ളതുകൊണ്ട് അതെ, നമുക്ക് നല്ല കച്ചവടമാണ്. അതെ. നമ്മുടെ ഇവിടെ ധാരാളം ജാഥകള്, അതുപോലെ ഉത്സവങ്ങളുടെയൊക്കെ പ്രദക്ഷിണങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ റോഡുകളൊക്കെ ബ്ലോക്ക് ആവാറില്ലേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ? ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? ഇല്ല. നല്ല അഭിപ്രായം. എങ്ങനെ ജാഥകളും ഇതുപോലെ ധർണകളൊക്കെ റോഡിൽ വന്നാൽ കുഴപ്പമില്ലെന്നാണ് അഭിപ്രായം. അപ്പൊ ആശുപത്രി കേസുകളൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിലോ? വണ്ടി ബ്ലോക്ക് ആയി പോകുന്നു. അങ്ങനെ വരില്ലല്ലോ. അപ്പൊ അതിനെ കടത്തി വിടുവല്ലേ? എന്നാലും പെട്ടെന്നൊരു ഈ റോഡുകൾ അങ്ങനെയുള്ള വലിയ കേസ് വന്നില്ല. ചെറിയ റോഡുകളിലൊക്കെ പ്രശ്നങ്ങളില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മൊത്തം കോതമത്തേക്കലാണ് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വലിയ സഞ്ചാരമൊന്നും ഇല്ലല്ലോ. ഒരു പ്രശ്നമില്ല. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ജാഥകളും പ്രകടനങ്ങളും ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ മതവിഭാഗത്തിൻ്റെയും ഒക്കെ അവരുടെ ശക്തി പ്രകടനമായിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. അത് പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഉപദ്രവമായി തീരാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ശാസ്താംപാട്ട് പാടാൻ പോവാറുണ്ട്. ഞങ്ങൾക്ക് 7 മണിക്ക് ശാസ്താംപാട്ട് തുടങ്ങിയിരിക്കണം. അതൊരു ആചാരപരമാണ്. മൂവാറ്റുപുഴ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരം ഞങ്ങൾ മൂവാറ്റുപുഴ ബ്ലോക്കിൽ പെട്ടുപോയി. കോലഞ്ചേരിയിൽ പ്രോഗ്രാമിന് എത്തിയത് ഞങ്ങൾ 8:30 ആ വീട്ടുകാർ ഞങ്ങളെ ആക്ഷേപവും തെറി നാട്ടുകാർ ഒക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ഇനി ഞങ്ങൾക്ക് എത്താൻ പറ്റാത്ത അത് പോട്ടെ, ഒരു രോഗിയും കൊണ്ട് ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു വീട്ടുകാരോ പോവുകയാണെങ്കിൽ ഈ ബ്ലോക്കിൽ പെട്ടുപോയ ആ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളോ ജാഥകളോ ഒക്കെ ഏതെങ്കിലും ഗ്രൗണ്ടിലേക്കോ ഒതുങ്ങി ചെയ്യണം. ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വെച്ചാൽ രാഷ്ട്രത്തെ സേവിക്കുന്നതാണ് രാഷ്ട്രീയം. ജനങ്ങളെ സേവിക്കുന്നതാണ് ജനപ്രതിനിധികൾ. ഈ ജനപ്രതിനിധികൾ തന്നെ ഈ നമ്മുടെ നിയമം ലംഘിക്കുന്നത് വളരെ കുറ്റകരമാണ്. അതിനെ ആദ്യമായി സാധാരണക്കാരായ ജനങ്ങളെ പഴിചാരാതെ അവർക്കെതിരെ നടപടിയെടുക്കാതെ ജനപ്രതിനിധികൾക്ക് നേരെ ആദ്യമേ നടപടി ഉണ്ടാവണമെന്നാണ് ഈ എളിയ പൗരൻ്റെ ആവശ്യം. ചേട്ടാ, നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നു. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ജാഥകൾ അല്ലെങ്കിൽ ഘോഷയാത്രകളൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ? അല്ലേ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എന്താണ് ചേട്ടൻ ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്?
ഒരുവിധം പരിപാടികളൊക്കെ ഗ്രൗണ്ടിലേക്കോ അങ്ങനെയുള്ള ഒഴിവുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റുക, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ തന്നെ വേണം എന്നുള്ളതാണെങ്കിൽ അവരൊരു സൈഡ് ചേർന്ന് പോവുക. ഒരു സൈഡ് വാഹനങ്ങൾക്കും ജനങ്ങൾക്കൊക്കെ ആയിട്ട് സൗകര്യപ്രദമായിട്ട് ഒഴിവാക്കി ഇട്ടിട്ട് ഒരു സൈഡ് ചേർന്ന് പോവുക. അതാണ് നിർദ്ദേശത്തിൽ. അപ്പം നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം ഇതാണ്: ഇങ്ങനെയുള്ള ജാഥകളും ഘോഷയാത്രകളും എല്ലാം തിരക്കുള്ള റോഡുകളിൽ നിന്ന് മാറ്റി തിരക്കില്ലാത്ത വഴികളിലോ ഗ്രൗണ്ടുകളിലൊക്കെ നടത്തണമെന്നാണ്. മാത്രമല്ല എല്ലാവരും പറയുന്നു ഇത്തരം ജാഥകളും ഘോഷയാത്രകളും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ.